ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മെലാൻ ഡയറീസ്. ദൊണ്ണ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ദൊണ്ണ ബിരിയാണിക്ക് ആവശ്യമായ കുറച്ച് ചേരുവകളാണ്. കുറച്ച് പുതിന ഇല ഇടപെടുത്തി എടുത്തത്, കുറച്ച് മല്ലിയില. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടകലർത്തി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 ടൊമാറ്റോ, കുറച്ച് പച്ചമുളക്, ഒരു വലിയ സവാള. ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ നമ്മൾ ചിക്കൻ ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നല്ല കഴുകി അവർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ പട്ട, ലവംഗ, ഇല, സ്റ്റാർ, ഏലക്ക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ് ഇവിടെ ആവശ്യം. നമുക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിളവിളാന്നുള്ളൊരു ബിരിയാണി റൈസിനൊക്കെ പറ്റുന്ന അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കെല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡികളാണ്. ഇവിടെ പുതിനയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ കഴുകി വരി വെച്ചത്, അരി 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പട്ട, ലവംഗ, ഏലക്ക എല്ലാം ഉണ്ട്. അതിൽ ടൊമാറ്റോ, ഒനിയൻ, പച്ചമുളക്, കുറച്ച് കൊത്തമല്ലി. അപ്പോൾ നമുക്കിതൊന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ പുതിന നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് പുതിന ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ നല്ല വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം. ഈ മണ്ണുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഞാൻ ഒരു ജാറിലേക്കാണ് ഇതിനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, നല്ല വാഷ് ചെയ്ത്. അപ്പോൾ നമുക്കിത് അരയ്ക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാഷ് ചെയ്ത് നമ്മുടെ ജാറിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി പുതിനയും നമുക്കിതുപോലെ തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം ആ ജാറിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക്, നമുക്കൊരു 4 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 4 പച്ചമുളക് വാഷ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത്, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അതുപോലെ ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ ജാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. എന്നാലാണ് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരഞ്ഞു വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കതിനെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം നമുക്കിതിലേക്ക് ടോട്ടലായിട്ട് നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിന, കൊത്തമല്ലി, അതിലേക്ക് കുറച്ച് പച്ചമുളക്, തക്കാളി, ഇപ്പം കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ സവാള നല്ല രീതിയിൽ തന്നെ കഴുകി വാരി വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോർമലായിട്ട് ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ഈസി ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൃത്യമായിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സി എൻ്റെ ജാറ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് നമുക്കൊന്ന് കറക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കുക്കർ എടുക്കുക. കുക്കർ നമ്മൾ അടുപ്പത്തിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് നെയ്യ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കിവിടെ വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ലവംഗ, ഇല ഇതൊക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്പൈസി ഐറ്റംസ് ആയിട്ട് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല ബ്രൗൺ കളറിലായിട്ട് നമുക്കിത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടെ നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം കുറച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. നെയ്യിലേക്ക് പച്ചവെള്ളം ചാടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂ എന്നുള്ളൊരു സൗണ്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരെ നിന്നാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ അരച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. മൊത്തം ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മുടെ സ്പൈസസൊക്കെ അതിലേക്ക് മിക്സ് ആവുക, അതിൻ്റെ സ്മെൽസൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ആവുകയും പറ്റുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടി വരണം. നമുക്ക് എണ്ണയൊക്കെ ഒന്ന് നല്ല തെളിഞ്ഞ് കാണാവുന്നതായിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങനെ വീട്ടിലേക്ക് ഒന്ന് ചൂടാവട്ടെ എന്ന് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച്
ബിരിയാണി പൗഡർ മസാല. ബിരിയാണി പൗഡർ മസാല ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ മാത്രമാണ് ഇതുള്ളൂ താഴെ പിടിക്കാതെ അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണ മേളിൽ കെട്ടി വരണം. അത് നമുക്ക് സമയമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിവിടെ കഴുകി വാരി വയ്ക്കാം അരി. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരി ഇവിടെ കഴുകി വാരി വയ്ക്കുക. അപ്പം നല്ല രീതിയിൽ അരി കഴുകണം. അതിൻ്റെ പശപ്പൊക്കെ ഒന്ന് മാറി കിട്ടണമെങ്കിൽ നല്ലതായിട്ട് കഴുകണം. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അങ്ങനെ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ, ചിക്കൻ്റെ ഇതുപോലെ കഴുകി വാരി വെച്ചിരിക്കുന്ന പീസുകൾ നമ്മൾ തെളിഞ്ഞിരിക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലാ പീസുകളും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു നമുക്ക് വറുത്ത് വേണമെങ്കിലും വറുത്തും ഇടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഇവിടെ ഇട്ട് വേവിക്കുന്നത്. അപ്പം പച്ചയ്ക്കായിട്ടിരുന്നത് കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മസാലയൊക്കെ ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം തന്നെ ചിക്കൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ചിക്കനൊക്കെ ഒന്നിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് അതിനൊന്ന് സോക്ക് ചെയ്യാൻ വിടുക. ജസ്റ്റ് മസാലയൊക്കെ അതിൽ പിടിക്കുന്നതായിരിക്കും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇറച്ചിയും ആ മസാലയും നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളിവിടെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് നന്നായിട്ട് രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 2 ഗ്ലാസ് അരി നമ്മളിവിടെ കഴുകി വാരി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊന്ന് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് നന്നായിട്ട് സ്പൂണിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 ഗ്ലാസ് അരിക്കും നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഗ്ലാസ് ആഡ് ചെയ്യാണ്. അങ്ങനെ ടോട്ടൽ 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സോമ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ എല്ലാ പരിപാടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കുക്കർ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്വാദിഷ്ടമായ ദൊണ്ണ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇപ്പം നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മെലൂട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. ചിക്കൻ വറുത്തതും കുറച്ച് ദൊണ്ണ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മുടെ മെലൂട്ടിയാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം മെലൂട്ടി കഴിക്കുന്നുണ്ട്. മെലൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കും ഇത് കൊടുക്കാമെന്നാണ്. എരിവൊക്കെ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.